മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ താറുമാറാകുന്നുവോ നയതന്ത്ര ബന്ധങ്ങൾ? വിമർശനവുമായി അമേരിക്കയും യുക്രൈനും. ഇന്ത്യയും റഷ്യയും വംശീയ വിദ്വേഷ രാജ്യങ്ങളെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. മോദി കെട്ടിപ്പിടിച്ചത് യുദ്ധക്കുറ്റവാളിയെ എന്ന യുക്രൈൻ പ്രസിഡന്റ്. റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ മോദി പുടിൻ ചർച്ചയിൽ തീരുമാനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ ബാധിച്ച ഒരു മരണം. മരിച്ചത് ശ്രീകാരുണ്യ സ്പെഷ്യൽ സ്കൂൾ ഹോസ്റ്റലിലെ അന്തേവാസി അനന്തു. ഹോസ്റ്റലിലെ 6 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വകുപ്പ്. PSC അംഗമാക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അംഗത്വം ലേലത്തിന് വെക്കുകയാണെന്ന് VD സതീശൻ. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വെക്കുകയാണ്. എത്ര PSC അംഗത്തിനാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്? ആരോപണങ്ങളിൽ ഒരു പുതുമയുമില്ലെന്ന് മുഖ്യമന്ത്രി. ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. മന്ത്രി മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് CPIM കോഴിക്കോട് നേതൃത്വം. പ്രമോദ് കോട്ടുളിക്കെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് കോഴിക്കോട് നല്ലളം സ്വദേശി ഉണ്ണികൃഷ്ണൻ. കവർന്നത് വയനാട് സ്വദേശി ജോസഫൈന്റെ 2 പവൻ സ്വർണമാല. ഹാഥ്രസ് ദുരന്തത്തിൽ SP ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സംഘാടക സമിതിക്ക്. ജില്ലാ അധികൃതർക്ക് കടുത്ത വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ട്. യൂറോ കപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ കാത്ത് ഫുട്ബോൾ ലോകം. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ കോൺഗ്രസുകാരെ അനുകൂലിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും ഉയർത്തിയ പ്രധാനപ്പെട്ട പരിഹാസം കലർന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് മോദി റഷ്യയിലേക്ക്, രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് എന്നുള്ള നിലയ്ക്കായിരുന്നു. മണിപ്പൂർ വലിയ കലാപകാലങ്ങളിലൂടെ പോയപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന